ഹലോ, ഞങ്ങളിപ്പം ലോഡ് ഇറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ചോറ് വയ്ക്കാൻ ഗ്യാസ് ഉണ്ടായിരുന്നില്ല, അപ്പം ഗ്യാസ് തീർന്നായിരുന്നു. അപ്പം ഇവിടെ എവിടെയെങ്കിലും ചോറുണ്ടാകുന്ന ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം സമയം 12:30 കഴിഞ്ഞു. അപ്പോഴത്തേക്ക് റോനൂസ് പോപ്പിക്കൂട്ടിന് വിശക്കാൻ തുടങ്ങി. അപ്പം അവൻ ബാഗ് എടുത്തിട്ട് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കി, പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വീട്ടിൽ നിന്ന് മമ്മി കൊടുത്തോട്ട് അച്ചാറുണ്ടായിരുന്നു. അപ്പം അച്ചാർ ഇതാ തോണ്ടി തിന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെ ആള്. എന്തച്ചാറാ അത്? എന്തച്ചാറാ? ബീറ്റ്റൂട്ട്. എന്തച്ചാറാ? ലോഡ് ഇറക്കി തീരാറായിട്ടുണ്ട്. ഇനി 10-15 മിനിറ്റ് കൊണ്ട് തീരും. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ടൗൺ ആണ്. അവിടെ നിന്ന് ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിരിക്കുന്നത്. വണ്ടിയിൽ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിലും അവൻ അത് എടുത്ത് കഴിക്കാതെ ഇത് കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ചേട്ടായിക്ക് നോമ്പായതുകൊണ്ട് ഈ അച്ചാറൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പക്ഷെ ഞങ്ങൾ തന്നെ അത് കഴിച്ച് തീർക്കാറായിട്ടുണ്ട്. ലോഡ് ഇറക്കി കഴിഞ്ഞു. ഇനി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ പോവാണ്. അടുത്ത ലോഡിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൃഷി കമ്പനിയിൽ കോഴിത്തീറ്റയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. ലോഡൊക്കെ ഇറക്കി കഴിഞ്ഞപ്പോൾ പതുക്കെ ഞാൻ വണ്ടി എടുത്തു. അപ്പോൾ ആദ്യത്തെ പരിശ്രമമാണ് എൻ്റെ. ഞാൻ ആദ്യമായിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പോൾ കാലി വണ്ടി ആയതുകൊണ്ടാണ് ചേട്ടായി തന്നത്. അപ്പോൾ നമ്മൾ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. വണ്ടിയിൽ ഇഷ്ടംപോലെ കുപ്പി ഉണ്ടായിരുന്നു കേട്ടോ. ആ കുപ്പി വണ്ടി കിടന്ന് കിടുകിടുകിടുന്ന് സൗണ്ട് ഉണ്ടാക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ അത് അവിടെ നിന്ന് എടുത്തിട്ട് താഴെ ബോക്സിൽ കൊണ്ടുവന്ന് വെക്കുവാണ്. അപ്പോൾ പോപ്പിക്കുട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണേ. അപ്പോൾ ഇന്ന് ലോഡാവില്ല. നമ്മൾ കമ്പനീൻ്റെ പുറത്ത് വണ്ടി അതേപോലെ നിർത്തിയിട്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ വണ്ടികൾ ഇങ്ങനെ പുറത്ത് നിർത്തിയിട്ടുണ്ട്. ലോഡാവുന്നതിനനുസരിച്ച് ഉള്ളിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഫ്രഷ് ആവാം. അവരെ കമ്പനിയുടെ തന്നെ ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ചായ കുടിച്ച് വന്നിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ടിരിക്കുകയാണ്. അങ്ങനെ സമയം 6:30 അതുവരെ കിടന്ന് ഉറങ്ങി. ഞാനും പോപ്പിയും ചേട്ടായും കൂടെ കിടന്ന് ഉറങ്ങി. ഇപ്പോൾ എണീറ്റ് ചായ കുടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. വന്ന് കഴിഞ്ഞിട്ട് ഫ്രഷ് ആവാം. അല്ലെങ്കിൽ ഫ്രഷ് ആയി വരുമ്പോഴത്തേക്കും സമയം 7-7:30 അപ്പോഴത്തേക്കും സന്ധ്യ ആവുമല്ലോ, രാത്രിയാവും. അതുകൊണ്ട് ഞങ്ങൾ ചായ കുടിച്ച് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുപോലെ ഒത്തിരി വണ്ടികൾ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. കമ്പനിയിലേക്ക് കയറണമെങ്കിൽ അവർ വിളിക്കുന്നതിനനുസരിച്ച് കയറാൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ പുറത്ത് വേണം നമ്മുടെ വണ്ടി ഇടാനായിട്ട്. ഉണ്ടോ? അപ്പോൾ ചേട്ടായി കമ്പനിയുടെ ഉള്ളിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ 10-42 വണ്ടിയോളം ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടേ നമ്മളെ വിളിക്കുള്ളൂ. പിന്നെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാൽ 24 hours ലോഡ് കയറ്റി വിടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ഓരോരുത്തരെ വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നാളത്തേക്കാവുന്നുള്ള പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് അങ്ങനെ പോവുകയാണ്. കുറച്ചങ്ങോട്ട് നടക്കണം. ഇവിടെ നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സന്ധ്യയൊക്കെ ആയപ്പോഴത്തേക്കും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. നല്ല തിരക്കാണ്. എന്തായാലും ഞങ്ങൾ കയറി ഇരുന്ന് ചായ കുടിക്കുവാണ്. ചായക്കടയിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ പോപ്പിക്കുട്ടൻ്റെ ഓരോ കോപ്രായത്തരങ്ങളാണ് കേട്ടോ. കാത്തിരുന്ന് ഞങ്ങളുടെ ചായ വന്നു കേട്ടോ. ചായ മാത്രമേ ഉള്ളൂ, വേറെ കടികളൊന്നുമില്ല. ചായ കുടിച്ചു. ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഐസ് അവിടെ നിന്ന് വാങ്ങിച്ചു കേട്ടോ. വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് അബദ്ധം തോന്നിയത്. വായിലേക്ക് വെച്ചപ്പോഴത്തേക്കും ഓറഞ്ച് കളർ കേട്ടോ, ഭയങ്കര മധുരം. ഓക്കെ, തുടർന്നുള്ള വീഡിയോസ് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്